ഇനിയിപ്പം നമുക്ക് സ്ഥിരമായി കാണേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രഥമ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മാധ്യമപ്രവർത്തകരെ കണ്ടത്. നമുക്ക് സ്ഥിരമായിട്ട് ഇവിടെ കാണേണ്ടി വരുമല്ലേ? എല്ലാ രഹസ്യവും നിങ്ങളോട് പറയും. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ UDF 5 ഗ്യാരണ്ടികൾ വാഗ്ദാനം ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങളിലൊന്നായ ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചു. 5 ഗ്യാരണ്ടികൾ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. അതിലെ 2 ഗ്യാരണ്ടികൾ നടപ്പാക്കാൻ തീരുമാനിച്ചു. ഒന്ന് KSRTC ബസ്സുകളിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര അനുവദിക്കുന്ന സംബന്ധിച്ച് ജൂൺ 15-ാം തീയതി മുതൽ നടപ്പാക്കും. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കും. ലോകത്ത് ഈ മാതൃക സ്വീകരിച്ച രാജ്യം ജപ്പാനാണ്. വിശദമായ പഠനം നടത്തി നടപ്പാക്കും. ആശമാരുടെ ഓണറേറിയം ആദ്യഘട്ടമായി 3000 രൂപ വർദ്ധിപ്പിച്ചു. അങ്കണവാടി ജീവനക്കാരുടെ വേതനം 1000 രൂപ വർദ്ധിപ്പിച്ചു. ആദ്യഘട്ടമായാണ് 1000 രൂപ കൂട്ടിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പാചക തൊഴിലാളികളുടെ വേതനവും 1000 രൂപ കൂട്ടി. പ്രീ പ്രൈമറി ടീച്ചർമാർ, ആയമാർ എന്നിവരുടെ വേതനവും 1000 രൂപ കൂട്ടി. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ജനസാഗരത്തെ സാക്ഷിയാക്കിയായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ്. മുഖ്യമന്ത്രിക്ക് പിന്നാലെ മന്ത്രിസഭയിലെ മറ്റ് 20 അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് തിങ്കളാഴ്ച പുലർച്ചെ മുതൽ പ്രവർത്തകർ എത്തിത്തുടങ്ങിയിരുന്നു. രാവിലെ 9 മണിക്ക് മുമ്പ് തന്നെ സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞു. പിന്നാലെ വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ളവർ വേദിയിലെത്തി. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും തെലങ്കാന, കർണാടക മുഖ്യമന്ത്രിമാരും പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നിരയിലെ നേതാക്കളും വേദിയിലെത്തി. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ എന്ന് പറഞ്ഞാണ് വി.ഡി. സതീശൻ സത്യവാചകം ചൊല്ലി തുടങ്ങിയത്. ദൈവനാമത്തിൽ അദ്ദേഹം സത്യം ചെയ്തു. വൻ കരഘോഷത്തോടെയാണ് വി.ഡി. സതീശന്റെ സ്ഥാനാരോഹണം സദസ് ആഘോഷമാക്കിയത്. P.K. കുഞ്ഞാലിക്കുട്ടിയാണ് മന്ത്രിസഭയിൽ 2ാമതായി സത്യപ്രതിജ്ഞ ചെയ്തത്. 3ാമതായി രമേശ് ചെന്നിത്തലയും സത്യവാചകം ചൊല്ലി. സണ്ണി ജോസഫ്, K. മുരളീധരൻ, മോൻസ് ജോസഫ്, ഷിബു ബേബി ജോൺ, അനൂപ് ജേക്കബ്, C.P. ജോൺ, A.P. അനിൽകുമാർ, N. ഷംസുദ്ദീൻ, P.C. വിഷ്ണുനാഥ്, റോജി M. ജോൺ, ബിന്ദു കൃഷ്ണ, M. ലിജു, K.M. ഷാജി, P.K. ബഷീർ, V.A. അബ്ദുൾ ഗഫൂർ, T. സിദ്ദീഖ്, K.A. തുളസി, O.J. ജനീഷ് എന്നിവരും യഥാക്രമം മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. വി.ഡി. സതീശൻ അടക്കമുള്ള ഭൂരിഭാഗം പേരും ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഷിബു ബേബി ജോൺ, C.P. ജോൺ എന്നിവർ സഗൗരവം സത്യപ്രതിജ്ഞ ചെയ്തു. മറ്റെല്ലാവരും മലയാളത്തിൽ സത്യവാചകം ചൊല്ലിയപ്പോൾ K. മുരളീധരൻ ഇംഗ്ലീഷിലാണ് സത്യവാചകം ചൊല്ലിയത്. ഇതു കേട്ടതോടെ സദസ്സിൽ നിന്ന് വലിയ കരഘോഷവും ഉയർന്നു. I, K. മുരളീധരൻ, do swear in the name of God. ചുരുക്കത്തിൽ ടീം UDF പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട് തുടങ്ങി. തുടക്കം ഗംഭീരവും ശുഭകരവുമാണെന്ന് പറയാതെ വയ്യ.